കാർത്തികമുക്കാല് രോഹിണി മകയിരാരെ വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചു നാളുകളായി ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 11 ശനി ഇവർക്ക് സർവ്വവിധമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ ഇവയെല്ലാം കൈവരിക്കുന്ന ഒരു സാഹചര്യം ഇവരെ തേടിയെത്തുന്നതാണ്. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 11 ശനി തരുന്ന സൗഭാഗ്യങ്ങൾ കൃത്യമായി അത് വിനിയോഗിക്കുക. ആ കിട്ടുന്ന ധനലാഭങ്ങൾ, നേട്ടങ്ങൾ ഇവയെല്ലാം ഒരു മുതൽക്കൂട്ടായി സേവ് ചെയ്ത് കൃത്യമായി അത് വിനിയോഗിക്കേണ്ടതാണ്. അല്ലാതെ ഒരു ധൂർത്തടിക്കുകയോ അമിതമായി അതിനെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനി 11ാം ഭാവം കഴിഞ്ഞ് 12ലേക്ക് വരുന്ന സാഹചര്യം, 7 ശനിക്കാലം ഇവർക്ക് ഈ ദുരുപയോഗം ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതായത് ശനി എപ്പോഴും ജഡ്ജിമെന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന അവസ്ഥ ശനി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഈ ശനി തരുന്ന സൗഭാഗ്യങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് ഒരു സേവിങ്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജൂൺ 2-ാം തീയതി വരെ ഇവർക്ക് വ്യാഴം 2-ലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും വളരെയധികം ധനലാഭം നേടിത്തരുന്നതാണ്. ജൂൺ 2-ന് ശേഷം വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലുള്ള സഞ്ചാരം ഇവർക്ക് 3-ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. 3-ലെ ശനി മുറവിളി ഉണ്ടാക്കും എന്നൊരു സ്ഥിതിവിശേഷമാണ് പറയേണ്ടത്. അപ്പോൾ അതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലവിധത്തിലുള്ള തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ്. നമുക്കൊരു മിസ്റ്റേക്ക് വരുത്തി വെക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആ ചെയ്യുന്ന തെറ്റിന് ഒരു തെളിവ് അവശേഷിക്കും. അവസാനം അത് കുറ്റബോധം, പശ്ചാത്താപം ഇവയെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും വ്യക്തമായി കൃത്യതയോടുകൂടി മറ്റുള്ളവരുമായി ഇടപഴകുന്നൊരു അവസ്ഥ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പേപ്പർ ആണെങ്കിൽ സൈൻ ചെയ്യുമ്പോഴും ഡോക്യുമെന്റ്സ് ആണെങ്കിലും കൃത്യമായി അത് നോക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ സൈൻ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ഈ വ്യാഴത്തിന്റെ ദോഷസ്ഥിതി മനസ്സിലാക്കി കൃത്യമായ പരിഹാരത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർക്ക് കർമ്മരംഗത്തെ രാഹുവിന്റെ സ്ഥിതി, കർമ്മരംഗം പൊതുവെ ഒരു മെല്ലെ പോകുന്ന ഒരു അവസ്ഥ, അത് ഈ വർഷം അവസാനത്തോടുകൂടി ആ രാഹു 11-ൽ വരുന്നതോടുകൂടി ഇവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം വരുന്നതാണ്. 11-ലെ രാഹുവും ഇവർക്ക് ധാരാളം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ കേതുവിന്റെ സ്ഥിതിയും
അമ്മയുടെ മാതാവിൻ്റെ ക്ലേശങ്ങൾ ഇവയെല്ലാം ഈ വർഷം നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ വർഷം പരിഹാരാർത്ഥം ഗുരുവായൂർ ദർശനം, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തൃക്കൈവെണ്ണ, കദളിപ്പഴം ഇവയെല്ലാം സമർപ്പിച്ച് പുരുഷ സൂക്താർച്ചന, ഗണപതിക്ക് വിഘ്നഹര മന്ത്രാർച്ചന, നാരങ്ങമാല ഇവയെല്ലാം ചാർത്തുക. എല്ലാവർക്കും ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ.